അങ്ങനെ വാനിന്റെ നമ്പറും എടുത്ത് പോലീസുകാരിയെ തന്റെ ഭാര്യയുടെ കൊളീഗിനെ കണ്ടിട്ട് ബ്രെയിൻ ആ നമ്പർ കാണിച്ചിട്ട് വണ്ടി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അതുപോലെ ചാബിറ്റയുടെ മിസ്സിംഗ് കേസ് തേഞ്ഞു മഞ്ഞ് പോവുകയാണെന്നും ചോദിക്കുന്നു. അതിന് ക്ലേറ്റൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴും എയ്മി കണ്ടിന്യൂസ് ആയിട്ട് ആ സപ്പോർട്ട് ഗ്രൂപ്പിൽ പോവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എയ്മി അവരുടെ സ്റ്റോറി പറഞ്ഞിട്ട് ടബീറ്റയുടെ ഡ്രീമിനെ പറ്റി പറയാണ്. അവൾക്കൊരു ബെല്ലറീന ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം അവൾക്ക് വേണ്ടി ഷൂ വാങ്ങാനായിട്ട് നോക്കിയപ്പോൾ അവരുടെ അടുത്തുള്ള കടയിൽ വേറൊരു കളർ ഷൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വേണ്ടത് പിങ്ക് കളർ ഷൂ ആയിരുന്നു. അങ്ങനെ പിങ്ക് ഷൂ ഇല്ലാത്തത് കൊണ്ട് ബ്രൈൻ നിറയെ മാർക്കർ മേടിച്ചിട്ട് അത് കളർ അടിച്ചാണ് അവൾക്ക് കൊടുത്തിരുന്നത്. ആ മാർക്കർ എല്ലാം ഇപ്പോഴും വീട്ടിൽ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഒരു ലേഡി ചോദിച്ചു, അപ്പൊ ടബീറ്റ മരിച്ചിട്ടില്ലേന്ന്. അതിന് എയ്മി ഒന്നും തിരികെ പറഞ്ഞില്ല. ആ സമയത്ത് ടബീറ്റയ്ക്ക് അവളുടെ കൊളീഗിന്റെ കോള് വരാണ്. അതിൽ ബ്രെയിൻ കൊടുത്ത ലൈസൻസ് പ്ലേറ്റിന്റെ നമ്പർ ഡെഡ് എൻഡ് ആണെന്ന് പറയും. പക്ഷേ എങ്കിൽ എയ്മിക്ക് അത് എന്താ സംഭവം അറിയില്ലായിരുന്നു. അങ്ങനെ അത് കേട്ട് എയ്മിക്ക് ബ്രെയിൻ്റെ അടുത്ത് ദേഷ്യം വരാണ്, അവളോടൊന്നും പറയാതെ കാര്യങ്ങൾ മറയ്ക്കുന്നതിന്. അങ്ങനെ ദേഷ്യത്തിൽ അവള് കാറിൽ കയറിയതും പിററുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഓടിപ്പോകും പോലെ തോന്നുന്നു. ബാക്കി കാണാൻ പാർട്ട് 4 എന്ന് കമന്റ് ചെയ്യൂ.